യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റും പാലക്കാട് MLA ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് നാടകീയമായി അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ വളഞ്ഞ് അവിടുന്ന് കസ്റ്റഡിയിലെടുത്തു. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മാവേലിക്കര സബ് ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി കാരുണ്യപൂർവ്വം ആ അപേക്ഷ പരിഗണിച്ച് അദ്ദേഹത്തിന് 1, 2 അല്ലെങ്കിൽ 3, 4 ദിവസത്തിനകത്ത് ജാമ്യം കൊടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ മുമ്പില്ലാതിരുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ പരാതിയിൽ ഉൾപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ബഹുജന സമക്ഷം വളരെ വ്യക്തമായി, സ്പഷ്ടമായി, സ്ഫുടമായി വന്നു കഴിഞ്ഞു. മുമ്പ് 2 പരാതികളുടെ കാര്യത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ചാറ്റുകളൊക്കെ അന്തരീക്ഷത്തിൽ പറന്നിറങ്ങി. ഈ ടെലിവിഷൻ ചാനലുകാരും പത്രക്കാരും പാട്ടിന് കിടക്കുന്നവന് ചക്കക്കൂട്ടം കിട്ടിയ ഒരു ആക്രാന്തത്തോടുകൂടി ഇത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ അവർക്ക് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൽപ്പേര് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ഏതാണ്ട് നിലം പരിശായിരിക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് കുലുക്കമൊന്നുമില്ല. അദ്ദേഹത്തിന് വേണ്ടി പണം വാങ്ങി പ്രവർത്തിക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾക്കും ഇതൊരു ചാകര തന്നെയാണ്. കാരണം അവരൊക്കെ സർവ്വശക്തിയും എടുത്ത് അദ്ദേഹത്തെ ന്യായീകരിക്കും, അദ്ദേഹത്തെ നീതിമൽക്കരിക്കുകയും ഈ പരാതി കൊടുത്ത സ്ത്രീകളെ കഴിയാവുന്ന എല്ലാ വാക്കുകളും ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചവിട്ടി മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇനിയെങ്കിലും ആരും പരാതി കൊടുക്കാതിരിക്കട്ടെ എന്നാണ് ഇവരുടെ ആഗ്രഹം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ധിക്കാരപരമായ നിലപാട് കൊണ്ടാണ്, ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിഭയങ്കരമായ അതിക്രമം കൊണ്ടാണ് ഈ സ്ത്രീകൾ പിന്നെയും പിന്നെയും പരാതിയുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവാധീനമുണ്ട്. പരാതിക്കാർ 1, 2 അല്ല, നിരവധിയാണ്. ഓരോരുത്തരും ഓരോ പരാതിയുമായിട്ട് വാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ പരാതി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു തീർന്നു. ഇല്ല, അപ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്ന് അടുത്തത്, അമേരിക്കയിൽ നിന്ന് 3ാമത്തത്, ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ 2, 3 എണ്ണം കൂടി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. എവിടെ ചെന്ന് അവസാനിക്കും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുലിനെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പരിപൂർണ്ണമായിട്ട് തള്ളിപ്പറഞ്ഞു. പ്രത്യേകിച്ചും പുള്ളിയുടെ ഈ അതിക്രമങ്ങൾ വെറും ഒരു വിവാഹ വാഗ്ദാനം നൽകിയുള്ള ശാരീരിക ചൂഷണമല്ല, സാമ്പത്തികമായ ചൂഷണമുണ്ട്, ശാരീരികമായ അതിക്രമമുണ്ട്, മറ്റ് പുറത്ത് പറയാൻ കൊള്ളാത്ത മറ്റ് പല തോന്നിവാസങ്ങളുമുണ്ട്, നിർബന്ധിത ഗർഭഛിദ്രം വേറെയുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം ഒരാൾ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായിട്ട്, അഹിംസ പാർട്ടിയുടെ ഒരു യുവ നേതാവായിട്ടും നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായിട്ടും ഒരു ജനപ്രതിനിധിയായിട്ടും നടക്കാമെന്ന് വെച്ചാൽ അത് കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ വശപ്പശകളുള്ള പല MLA ഉണ്ടായിട്ട് പല വിധത്തിലുള്ള കൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല മുഖങ്ങളും തെന്നി മറഞ്ഞു പോകുന്നതിൻ്റെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും എതിരെ ഇതുപോലെ നീചമായ ആരോപണങ്ങളും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാനും ബുദ്ധിമുട്ടാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലൊരു പ്രതിഭ കേരള രാഷ്ട്രീയത്തിൽ ഇക്കണ്ട കാലത്തിനിടയ്ക്ക് ഉണ്ടായിട്ടേ ഇല്ല. അത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരാളെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിക്കാർ മൊത്തത്തിൽ ലജ്ജിക്കേണ്ട ഒരു സമയമാണ്. അതിലുപരി എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തെ എഴുന്നേപ്പിച്ച് കതറൊക്കെ ഇടിച്ച് പൗഡർ അടിച്ച് മുടിയൊക്കെ ചീകി പാലക്കാട്ട് കൊണ്ട് നിർത്തി വിജയിപ്പിച്ചെടുത്ത നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെ കാര്യമാണ്. ഷാഫി പറമ്പിൽ സാമാന്യം സൽപ്പേരുള്ള ഒരു MLA ആയിരുന്നു. ഇപ്പോൾ സാമാന്യം നല്ല പേരുള്ള ഒരു പാർലമെന്റ് അംഗവുമാണ്. അദ്ദേഹം പാലക്കാട് വിട്ടുപോയപ്പോൾ പാലക്കാട് എത്രയോ നല്ല കോൺഗ്രസ്സുകാരുണ്ട്. DCC പ്രസിഡന്റ് തങ്കപ്പന അവിടെ മത്സരിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. K. മുരളീധരൻ മത്സരിക്കാൻ തയ്യാറായിരുന്നു. VT ബലറാമിനെ ഒന്ന് നിർബന്ധിച്ചെങ്കിൽ അദ്ദേഹം മത്സരിക്കുമായിരുന്നു. പാലക്കാട് മത്സരിക്കാൻ സീറ്റ് കിട്ടാതെ സങ്കടപ്പെട്ടിട്ടാണ് സരി പാർട്ടിയുമായിട്ട് സകല ബന്ധം ഉപേക്ഷിച്ച് പോയത്. ഇത്തരം ആളുകളൊക്കെ ഉള്ളപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഇതുപോലൊരു പ്രതിഭയെ കെട്ടി വലിച്ച് പാലക്കാട്ട് കൊണ്ടുവന്നു. നല്ലവരായ നാട്ടുകാരെ, നിങ്ങൾ എന്നെ വിജയിപ്പിച്ച പോലെ ഇദ്ദേഹത്തെ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞ് വീട് വിടാതരം കയറി പ്രചരണം നടത്തി മത്സരിപ്പിച്ച് വിജയിപ്പിച്ച ഈ ഇദ്ദേഹത്തെക്കുറിച്ച്, ഷാഫിയെക്കുറിച്ച്, രാഹുലിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞവൻ നാറും എന്നല്ലാതെ രാഹുലിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല അത് ഇറിഡീമബിളാണ്. ഇനി ഒരു വിധത്തിലും വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയ ജന്മമാണ്. അപ്പോൾ ഈ രാഹുലിൻ്റെ എല്ലാ സൽസ്വഭാവങ്ങളും അറിയാവുന്ന ആളാണ് ഷാഫി പറമ്പിൽ. ഉമ്മൻചാണ്ടി സാറിൻ്റെ പോലും ഇഷ്ടത്തെ വിഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാക്കി. അതിനുശേഷം ചാണ്ടി ഉമ്മനെ പോലും സങ്കടപ്പെടുത്തിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ
ശവക്കല്ലറയിൽ മെഴുകുതിരി എത്തിക്കാൻ പോയി. കോൺഗ്രസിലെ പാലക്കാട്ടിലെ എല്ലാ നേതാക്കന്മാരെയും അവഗണിച്ചുകൊണ്ടാണ്, തൃണവൽഗണിച്ചുകൊണ്ടാണ് ഇയാളെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുപോകുന്നത്. കോൺഗ്രസ്സുകാരുടെ ലീഗുകാരുടെ മാത്രം വോട്ട് കൊണ്ട് ജയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് SDPIക്കാരുടെ വരെ വോട്ട് പിടിക്കാൻ പോയത്. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരാളെ അവിടെ കൊണ്ടുവന്ന് നിർത്തി വിജയിപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അത് 3 തവണ പാലക്കാട്ടിൽ നിന്ന് ജയിപ്പിച്ച് അസംബ്ലിക്ക് വിട്ട പാലക്കാട്ടുകാരോട് ചെയ്ത, പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർമാരോട് ചെയ്ത ഒരു നീച പ്രവൃത്തി അല്ലേ എന്ന് ഞാൻ ഈ ഷാഫി പറമ്പിലിനോട് വിനയപൂർവ്വം ചോദിക്കുകയാണ്. ആരെങ്കിലും ചെയ്യൂ? ആരോടെങ്കിലും ചെയ്യാൻ പാടുള്ളൂ? കോൺഗ്രസ് പാർട്ടിയോട് ഉത്തരവാദിത്വമില്ല, മനസ്സിലാക്കാം. ഉമ്മൻചാണ്ടിയോട് ഉത്തരവാദിത്വമില്ല, മനസ്സിലാക്കാം. ഈ 3 തവണ അവിടെ നിന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട നാട്ടുകാരോടൊരു ഉത്തരവാദിത്വം വേണ്ടേ? അവരുടെ മുഖത്ത് നാളെ നോക്കേണ്ടതല്ലേ? അങ്ങനെ ഷാഫി പറമ്പിൽ ഒരു തവണയെങ്കിലും വിചാരിക്കുമോ? അത് പോട്ടെ, ഈ രാഹുലിനെതിരെ ഇത്ര വലിയ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നതിന് ശേഷവും അയാളെ സംരക്ഷിക്കുന്ന നടപടിയല്ലേ ഷാഫി പറമ്പിൽ ഇതപര്യന്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷാഫി ഇന്ന് വരെ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ശരിയാണ്, പുറത്താക്കേണ്ടതായിരുന്നു, പണ്ടേ പുറത്താക്കേണ്ടതായിരുന്നു. ഇയാളെ പാലക്കാട്ട് കൊണ്ടൊന്ന് മത്സരിപ്പിച്ച് തെറ്റായി പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കേൾക്കാൻ, നിങ്ങൾ കേൾക്കാത്തതും അതുകൊണ്ട് തന്നെ. മാത്രമല്ല, ഷാഫി പറമ്പിലിനോട് പലതരത്തിലും സ്നേഹവും വാത്സല്യവുമുള്ള ആ മീഡിയ വൺ ചാനലിലെ നമ്മുടെ ദാവൂദ് അടക്കം ചോദിക്കുന്നത് ഞാൻ കേട്ടു. എന്തുകൊണ്ടാണ് ഷാഫി ഈ കൊലപാതകനെ തള്ളിപ്പറയാത്തത്? എന്തുകൊണ്ടാണ് ഷാഫി ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ദാവൂദിനും ഉണ്ട് ഈ സംശയം, എനിക്ക് മാത്രമല്ല, ഈ നാട്ടിലെ സകല ആളുകൾക്കുള്ളൊരു സംശയമാണ്. എന്തിനാണ് ഷാഫി ഈ വഷളനെ, ഈ ആഭാസനെ പിന്തുണക്കുന്നത്? ഇതാണ് നമുക്ക് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ചോദിക്കാൻ. ഈ ചോദ്യം ഞാൻ ചോദിച്ചില്ലെങ്കിൽ വേറെ ആളുകൾ ചോദിക്കും. ഞാനിപ്പോൾ ചോദിക്കുക. ഇപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഷാഫി ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാത്തത്? എന്തുകൊണ്ടാണ് ഷാഫി ഇപ്പോഴും ഇയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് ഷാഫിയുടെ അധീനതയിലുള്ള ഈ സൈബർ ഹാൻഡിലുകൾ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുകയും ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത സ്ത്രീകളെ ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പം ഞങ്ങൾ എന്താണ് ധരിക്കേണ്ടത്? ആരാണ് ഇതിലെ ശരിക്കുള്ള പ്രതി? ആരാണ് യഥാർത്ഥ കുറ്റവാളി? ആരാണ് ഇയാളെ സംരക്ഷിക്കുന്നത്? ഈ കുറ്റകൃത്യങ്ങൾക്കൊക്കെ താങ്ങായിട്ടും തണലായിട്ടും നിൽക്കുന്നത് ആരാണ്? ഇപ്പോൾ VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ജോസഫ് വാഴക്കനോ ഈവൻ KC വേണുഗോപാലിനെ പോലും നമുക്ക് ഈ കാര്യത്തിൽ ഒരു പരിധിക്കപ്പുറത്ത് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇതിൽ കുറ്റപ്പെടുത്തേണ്ട ഒരാളുണ്ടെങ്കിൽ, കുറ്റം ആരോപിക്കേണ്ട ഒരാളുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല. സത്യത്തിൽ അയാളെ ഈ പാലക്കാട്ടെ സാധാരണക്കാരായ വോട്ടർമാരുടെ മേൽ കെട്ടിയേൽപ്പിച്ച ഷാഫി പറമ്പിലാണ് എന്ന് ഞാൻ പറയുന്നു, അഥവാ പ്രഖ്യാപിക്കുന്നു.